എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു ലഞ്ച് മെനുവിൻ്റെ കുറച്ച് റെസിപ്പികളുമായിട്ടാണ്. മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻകറിയും അതുപോലെ തന്നെ തോരനുമൊക്കെ അടങ്ങുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് മെനുവാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് ക്യാബേജ് വെച്ചിട്ടാണ്. വളരെ ചെറിയൊരു ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊരു ബേസിക് കുക്കിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ക്യാബേജ് വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞു, പിന്നെ ഒരു സവാള, പിന്നെ 2 പച്ചമുളക് ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ അരിഞ്ഞതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്യാബേജ് തോരനാണ്. അപ്പോൾ ക്യാബേജും ഉള്ളിയും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1-2 പിടി ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ക്യാബേജ് ആയാലും ബീട്രൂട്ട് ആയാലും ഈ രീതിയിൽ തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അരച്ചിട്ട് തോരൻ വെക്കുന്നതിനെക്കാട്ടിൽ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ആ തേങ്ങയും ക്യാബേജും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ബലം കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ്. എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടി, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ വറ്റൽമുളക്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സവാള മാത്രമാണ് ഉണ്ടായിരുന്നത്, ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ഉള്ളിയും തേങ്ങയും കൂടിയിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. തൈറോയ്ഡൊക്കെ ഉള്ളവർ ക്യാബേജ് കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ അത് നന്നായിട്ട് കുക്കാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുക്കാക്കിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്യാബേജൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അടച്ചു വെച്ചൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു മീൻകറിയാണ് വെക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ മത്തിയല്ല, കരിച്ചാള മത്തിയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കുടംപുളിയും പിന്നെ ബാക്കി പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർക്കുന്നത്. ഇത് ഫ്രോസൺ മാങ്ങയാണ്. പിന്നെ പച്ചമുളക്. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരങ്ങിയതിലേക്ക് നമ്മൾ ഉള്ളിയാണ് ചേർക്കുന്നത്. സവാളയുടെ പകുതിയാണ്, ചെറിയ സവാള. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ മീൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. 1/2 കിലോ മീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ മീനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മീൻ കറിയിൽ നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് വരുന്നൊരു മീൻ കറിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അതിലേക്ക് ആ മിക്സിഡ് ജാറ് കഴിയ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് തീ ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പുതിയൊരു ഗ്യാസിൻ്റെ സിംഗിളായിട്ടുള്ള അടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് അടുപ്പാണ്, ഗ്യാസിൻ്റെ സിലിണ്ടർ ഇട്ട് കത്തിക്കുന്നതാണ്. നമ്മുടെ ഇതിന് മുൻപുള്ള ഹോട്ട് പ്ലേറ്റിൻ്റെ അടുപ്പ് ചീത്തയായിപ്പോയി. അപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചാണ് ഈ അടുപ്പ്. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചൊഴിക്കാം. അല്ലാതെ തന്നെ ഇങ്ങനെ എടുക്കാനും നല്ലതാണ്. ഈ മീൻ കറിയിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിച്ചൊഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേ മീൻ വെച്ചിട്ട് തന്നെ നമ്മളൊരു മീൻ വറുത്തതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. മീൻ വറുത്തത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടി താളിച്ചിട്ട് മീൻ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാണ്. മാങ്ങ ചേർത്തിരിക്കുന്ന കാരണം ഈ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല പുളിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് മീൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ക്യാബേജ് തോരൻ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്